ഓത്തിയേ കേത്തിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. അതൊരു പാട്ട് പാടാൻ സമ്മതിക്കാത്തവർ സിനിമയെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? ഒരു പാട്ട്, ആ പാട്ടിനെതിരെ വ്യാപകമായി കേസെടുക്കുന്നു, വ്യാപകമായി അതിനെ പിൻവലിക്കണമെന്ന് പറയുന്നു. ആ പാട്ട് പാടാൻ അനുവദിക്കാത്തവർ സിനിമയെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? രണ്ടുപേരും ഒരു നയമല്ലേ ഫോളോ ചെയ്യുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. പാട്ടുപാടി ഒന്ന് പ്രതിഷേധിക്കുന്നു. പാട്ടുപാടി എന്താ, ഒരു പ്രശ്നമില്ല. ഓത്തിയേ കേത്തിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, അത് മതി, അത്ര കേട്ടാൽ മതിയല്ലോ. ഞാൻ പ്രതിഷേധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പേരിൽ കേസ് എടുക്കാതെ കേസെടുത്തോട്ടെ. അങ്ങനെ കേസെടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. അത് ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ട്. എല്ലാവർക്കെതിരെ കേസ് എടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരും എന്ന് ഈ ഗവൺമെന്റിനെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമല്ല, 4 മാസത്തിനുള്ളിൽ ബാക്കി കൂടെ ഫലം അനുഭവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാ തരത്തിലും സംരക്ഷിക്കപ്പെടണം, എല്ലാവരുടെയും. അത് സിനിമയാണെങ്കിലും പാട്ടാണെങ്കിലും. ഇപ്പം ഈ സിനിമയെക്കുറിച്ച് ദുഃഖിക്കുന്നവർ ഈ പാട്ടിനെ കുറിച്ച് മിണ്ടാത്തത് എന്താന്ന് എനിക്കറിയാം. പാട്ടിനെ കുറിച്ച് ഇത്രയും ബഹളം വെക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, പാട്ട് പാടിയതാണോ പ്രശ്നം? ശബരിമല പോലെ ഒരു പരിപാവനമായ ഒരു ദൈവസ്ഥാനത്ത് ഈ കൊള്ള നടന്നതാണോ പ്രശ്നം? അതിന് മറുപടി പറയട്ടെ. അതിനു മുമ്പ് ഇവിടെ അവിടുത്തെ ആചാരം ലംഘിച്ചതാണോ പ്രശ്നം, അതോ ഈ പാട്ടാണോ പ്രശ്നം? ഈ സർക്കാർ മറുപടി പറയണം. ഇവിടെ ഈ സർക്കാർ വിലക്കിയ പാട്ടും വലിയ രാഷ്ട്രീയം പറയുന്ന ഒരു പാട്ടാണ്. രാഷ്ട്രീയം ആരും പറയാൻ പാടില്ല, രണ്ടുപേരും ഒരുമിച്ച് പറയുക. ഒരു വശത്ത് കേന്ദ്ര സർക്കാർ പറയുന്നു രാഷ്ട്രീയം പറയരുത്, മറുവശത്ത് കേരള സർക്കാർ പറയുന്നു പാട്ട് പാടരുത്. വ്യത്യാസമുണ്ടോ? മുണ്ടും ജാക്കറ്റും വ്യത്യാസവും. ഞാൻ പറഞ്ഞില്ലേ, ആർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അവർ വിലക്കും. കാരണം അവരെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് രണ്ടു കൂട്ടരും ഒരേപോലെ, ഒരു വ്യത്യാസവും.